ഒരു റെഡ്മി 8 പ്രോയിൽ 10 എപ്പിസോഡ്സുള്ള എൻറ്റയർ വെബ് സീരീസ് ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത്ര വലിയ അത്ഭുതമൊന്നുമില്ല അല്ലേ? ബട്ട് അതിൽ ആക്ഷനും റാപ്പ് സോങ്ങും ഗംഭീര VFXും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഓഡിയൻസിന് ഒരു അമേസിങ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. എങ്കിൽ അത് പോസിബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്ത ഒരു ക്രൂവിൻ്റെ കൂടെയാണ് നമ്മൾ ഇന്നുള്ളത്. ലെറ്റ്സ് ഗെറ്റ് ടു നോ ദം. ചേട്ടാ കാശിലാണ്ട് പോകാൻ പറ്റില്ല. നീ എന്നെ അടി വാങ്ങാനുള്ള പുറപ്പാടാ. നീ ഒന്ന് പോയേ, അല്ലേ തന്നെ വട്ട് പിടിച്ച ദിവസം. ഞങ്ങളൊരു മാസം കൊണ്ടുണ്ടാക്കുന്ന 40 ലക്ഷം രൂപ. അവനേ അവന്റെ അച്ഛന്റെ പോലെ ഒന്നല്ല, അത് ജന്മറ്റുള്ള ചെക്കനാ. ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് പെടയുമ്പോഴാണ് ആ വിഴുങ്ങലും അപ്പ നടക്കണ പെടച്ചിലും ഒറ്റ വലി. പക്ഷെ സ്ഥിരമായിട്ടൊരാളെ സ്വപ്നം കാണുക, അയാളെ നേരിൽ കാണുക, ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. കോടികൾ കാശിന്റെ കൊടുക്കട്ടെ, അല്ലയുടെ ഒരു സ്ഥലം പൊക്കണം എടുക്കണമെന്നാണ് പറയണതല്ലോ. നമ്മുടെ ആരുടെയെങ്കിലും എനർജി ഒന്ന് ലഭിച്ചാൽ അവനെ കീഴ്പ്പെടുത്താൻ നമ്മൾ ഇത്ര പേർ പോരാതെ വരും. സോ ഈ ഒക്കൻ എന്ന പേരിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നതെന്ന് നമുക്ക് ഡയറക്ടർ സിദിലിനോട് ചോദിക്കാം. സോ സിദിൽ സർ, കെൻ യു ടെൽ us? ഞാൻ ഈ പ്രൊജക്റ്റ് ഓൾമോസ്റ്റ് ഒരു ആത്മാവ് എന്നുള്ള രീതിയിലേക്ക് വരുന്ന ഒരു കണ്ടൻ്റായിട്ട് വളരെയധികം സാമ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് പറ്റാവുന്ന രീതിയിലേക്ക് അതർ ലാംഗ്വേജിൽ എന്തൊക്കെയാണ് സോൾ എന്ന് പറഞ്ഞ അർത്ഥം വരാൻ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മലയാളത്തിനോട് ഒരു തനിമ വരുന്ന ഒരു വാക്കായിട്ട് കിട്ടിയത് ആഫ്രിക്കൻ ലാംഗ്വേജിൽ നിന്നാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഈ ഒക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് നമ്മൾ ചൂസ് ചെയ്തത്. അത് മാത്രമല്ല, നമ്മൾ ഒക്കൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റും ഞാൻ കണ്ടില്ല. അപ്പോൾ അതുകൂടി വെച്ചിട്ടാണ് നമ്മളൊരു എടുത്തത്. ഓക്കെ, സോ ഇത് സോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൂവിയാണോ? ഐ മീൻ വെബ് സീരീസ് ആണോ ആക്ച്വലി? ബിക്കോസ് ഫ്രം വാട്ട് ഞാൻ കണ്ടതിൽ നിന്ന് എനിക്കതൊരു ആത്മാവാണോ, കുറേ കൺഫ്യൂസിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. സോ ആത്മാവാണോ, ഡ്രീമാണോ, എന്താണ് ശരിക്കും? ആക്ച്വലി മൈൻഡാണല്ലോ. മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രീം ആണെന്ന് തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഡ്രീമാണ് ആക്ച്വലി ഇതിൽ കാണിച്ചിട്ടുള്ളത്, ആക്ച്വലി ഒരാളുടെ ഡ്രീം. പക്ഷെ അതിൽ നമുക്കിപ്പോൾ കോയിൻസിഡൻ്റലി ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നായകൻ്റെ ഒരു ഡ്രീമിലേക്ക് വരുന്നതായിട്ടാണ് നമ്മൾ ഇതിൽ കാണിച്ചിട്ടുള്ളത് ആക്ച്വലി. അപ്പോൾ ഡ്രീം തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതെല്ലാവർക്കും ഒരു ഡ്രീമിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം കാണുന്ന സമയത്ത് അതിന് മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നാറുണ്ട് ആക്ച്വലി. അതുപോലെ തന്നെ ഒരാളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് കിട്ടുന്ന ചില സിറ്റുവേഷനിൽ വരുന്ന ഒരു കാര്യത്തിലാണ് നമുക്ക് ഇങ്ങനെയുണ്ട് എന്ന് തോന്നാറുള്ളത്. അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒക്കൻ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ആക്ച്വലി. ഒക്കൻ എന്ന കോൺസെപ്റ്റ് ആരോടായിരുന്നു ഫസ്റ്റ് ഷെയർ ചെയ്തത്? ഷെയർ ചെയ്തത് എനിക്കാണ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ പ്രശാന്ത് പനച്ചിക്കൽ. പുള്ളിക്കാരൻ്റെ അടുത്താണ് ആദ്യം സംസാരിക്കുന്നത് ഈ ഒരു സംഭവം. റിയാക്ഷൻ എങ്ങനെയായിരുന്നു? റിയാക്ഷൻ മൊബൈലിൽ പിടിക്കാൻ പോവുക എന്നുള്ളതും പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ കൊറോണ സമയത്ത് ഷൂട്ട് ചെയ്യാന്നുള്ളൊരു സിറ്റുവേഷനിൽ നോക്കുമ്പോൾ പ്രാക്ടിക്കലി അത് നടക്കുന്നുള്ളൊരു കാരണം വന്നു. അപ്പോൾ അത് ആൾക്ക് താല്പര്യം വന്നാണ്. ആർട്ടിസ്റ്റിൻ്റെ അടുത്തൊക്കെ പ്രസൻറ്റ് ചെയ്തപ്പോൾ അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ആരെയാണ് ഫസ്റ്റ് കാസ്റ്റ് ചെയ്തത്? കാസ്റ്റിംഗ് ഫസ്റ്റ് നായകനെയായിരുന്നു. ഓക്കെ,
അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഞാനിത് ഇതിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഞങ്ങളുടെ ഒരു ഫിലിം പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ നടക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഈ കൊറോണ വന്നിട്ട് ബ്ലോക്കായത്. അപ്പോൾ അതിന് ശേഷം ഒരുപാട് ഷൂട്ടിംഗ് എല്ലാതും നമ്മൾ സ്റ്റോപ്പ് ചെയ്തല്ലോ. അപ്പോൾ ആ സമയത്ത് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ 2 സുഹൃത്തുക്കൾ വീട്ടിലേക്ക് വരികയും അപ്പോൾ അവർ ഈ സിനിമയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർ ജോബൊക്കെ കളഞ്ഞിട്ടാണ് അഭിനയിക്കാൻ തയ്യാറായിട്ട് വന്നത്. അപ്പോൾ ആ സമയത്ത് കൊറോണ കൂടി വന്നതോടുകൂടി ഇനി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് യൂട്യൂബില്ല, കയ്യിൽ മൊബൈലില്ല, അപ്പോൾ കഴിവുണ്ടെങ്കിൽ ചെയ്ത് ഷൂട്ട് ചെയ്തിടാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ മാത്രമൊന്നുമല്ല, യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് വന്നത് ആ സമയത്ത് തന്നെയാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് എല്ലാവരും സ്കില്ല് കഴിവുകളൊന്നും പാട്ടുകാരും എല്ലാവരും വന്നിട്ടുള്ളത് ആ സമയത്താണ്. ആക്ച്വലി ഇതിനു മുമ്പ് ഞാൻ കുറേ വർക്കുകൾ മൊബൈലല്ല അല്ലാത്ത രീതിയിൽ കുറേ വർക്കുകൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് മൊബൈലിൽ ഏകദേശം നല്ല ക്വാളിറ്റി കിട്ടും. അപ്പോൾ അന്ന് നമ്മുടെ കയ്യിൽ ക്യാമറയൊക്കെ ഉണ്ട് ആ സമയത്ത്, അതിൽ ഐഫോണും ഉണ്ട്. പക്ഷേ ഐഫോണും ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ടായിരിക്കുമല്ലോ. അപ്പം എനിക്ക് തോന്നിയത് ഈ ഒരു ഇൻസ്പയർഡ് ആവാവുന്ന രീതിയിലേക്ക് നമ്മൾ വളരെ സിമ്പിളായിട്ട് കിട്ടാവുന്ന എല്ലാവർക്കും അവൈലബിൾ ആവുന്ന ഒരു സാധാ ഒരു ഫോൺ, അതായത് റെഡ്മി 8 Pro എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൺ. അപ്പോൾ ആ ഫോൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിലേക്ക് വന്നു. Coming to the villain first because everybody is interested in villain now. വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റിൽ ഓഫ് കോഴ്സ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുമായിരുന്നു. സോ അതിന് ലൈക്ക് വില്ലൻ ക്യാരക്ടർ ചെയ്യാൻ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആയിരുന്നു വേണ്ടി വന്നത്? പ്രിപ്പറേഷൻസ് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യം തന്നെ ഞാൻ അഭിനയിക്കുമെന്ന് അറിയാമെന്നുള്ളൊരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അഭിനയിച്ചിട്ടില്ല മുന്നേ, ഫസ്റ്റ് ടൈമാണ്. അതെനിവേ പറയില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ അഭിനയിക്കുന്നപ്പോൾ സിദ്ധിൽ വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്, അത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശ്രമിക്കാമല്ലോ, എന്തായാലും ഇപ്പോൾ പണിയില്ലാതിരിക്കുകയല്ലേ, കൊടവണ സമയമാണ്, അപ്പോൾ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ ക്യാരക്ടറൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു മെയിൻ എനിക്ക് തോന്നിയത് ചെറിയൊരു റോളായിരിക്കും എന്നാണ് അന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ തോന്നിയത്. പക്ഷെ അത് പിന്നീട് വികസിച്ചു കൊണ്ടിരുന്നു. പിന്നെ അത് വലിയൊരു വില്ലൻ കഥാപാത്രമായിട്ട് മാറിയിരുന്നു. പിന്നീട് ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മോഡുലേഷൻ എങ്ങനെയായിരിക്കും. കാരണം 2 സെപ്പറേറ്റ്, ഒന്ന് റിയാലിറ്റിയിൽ വരുമ്പോഴും ഒന്ന് ഡ്രീം സീക്വൻസിൽ വരുമ്പോഴും ആ ഡിഫറൻസിയേഷൻ എന്തായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ആ ഡയലോഗ് ഡെലിവറീസും ലുക്ക് വൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി താടി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ ആയിട്ടുള്ള ലുക്കുകളൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ കോസ്റ്റ്യൂമിൽ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരുപാട് പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറിന് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഭിനയിച്ചായിട്ട് കാണിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളൊരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് സിവിൽ ആസ് എ ഡയറക്ടർ He guided you. Yeah. Right. Thank you, Shahid Chadda. And coming to Skaria, who was the hero? So, how was your experience? എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ ഒക്കെ എന്ന് പറഞ്ഞൊരു പാഠപുസ്തകം തന്നെയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒരു 4 കൊല്ലം സംതിങ് നമ്മളിപ്പോൾ ഒക്കന് വേണ്ടി നിന്നു. അപ്പോൾ അതിൽ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ സംതിങ് ഇപ്പോൾ ഡബ്ബ് ഞങ്ങൾ ചെയ്തു തന്നെ നമ്മൾ സാധാ മൈക്കിൽ നമ്മൾ ഫ്രണ്ടിൽ കമ്പ്യൂട്ടർ ഓണാക്കി വെച്ചിട്ട് അതിൽ പ്രീമിയർ പ്രോയിൽ ജസ്റ്റ് ഇതിൽ നമ്മൾ ഫോൺ റെക്കോർഡ് ചെയ്യും, ബ്ലൂടൂത്ത് വഴി അയക്കും, എന്നിട്ട് അതിൽ സിങ്ക് ചെയ്ത് നോക്കുക. അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10-30 ദിവസം സംതിങ് ഞങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രീമിയർ പ്രോ എന്ന് പറഞ്ഞാലും ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ, വേറെ എനിക്ക് പരിചയമൊന്നുമില്ല. ഇതിലായിട്ട് ഇങ്ങനെ ചോദിച്ചും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അപ്പോൾ ശരി നോക്കാമെന്ന് കൊണ്ട് അങ്ങനെ ആ പരിപാടി സ്റ്റാർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ സൗണ്ട് എഫക്ട്സും എനിക്കൊരു പിടുത്തമില്ല എങ്ങനെ ചെയ്യാമെന്ന്, ഇത് നമ്മൾ കണ്ടിട്ടുമില്ല. അപ്പോൾ അതും ഇപ്പോൾ പറഞ്ഞ പോലെ മൈക്ക് എടുത്തിട്ട് വന്നു ചെയ്ത് നോക്കാൻ അതൊക്കെ കുറേ എക്സ്പീരിയൻസ് ആണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കുറേ കിട്ടി, പിന്നെ കുറേ തല്ലു കൊടുത്തു. ഒരുപാട് സ്റ്റണ്ട്സും ഒരുപാട് അടിപിടി ഐ തിങ്ക് എല്ലാ എപ്പിസോഡും അതാ പറഞ്ഞപ്പോ എല്ലാം റിയൽ ഒരു സേഫ്റ്റി മെഷേഴ്സ് ഒന്നും ഇല്ലാതെയാണ് അവർ ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഒരു റിഹേഴ്സ് ചെയ്യുന്നു, ഇങ്ങനെ ആയിരിക്കും സീൻ എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. പിന്നെ കിട്ടുന്ന എവിടെ കിട്ടും എവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല. സീരിയസ് ലൈക്ക് അടിച്ചിട്ട് ലൈക്ക് ആരെങ്കിലും അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? നല്ല ഓക്കെ എന്നെ ആ ബോട്ടിലൊരു ഫൈറ്റ് സീനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെപ്പൺ എന്ന് പറയുമ്പോൾ അതിൽ
റോപ്പ് വലിച്ചു കയറുന്ന ഒരു ഇരുമ്പിൻ്റെ അതൊരു 3-4 കിലോ ഉണ്ടാവും ആ സാധനം, വെയിറ്റുള്ള സാധനം. ആ സാധനം അതെടുത്തിട്ടാണ് വീശണത്. അത് ഡബ്ല്യു പീസൊന്നല്ല. അല്ലല്ല ആക്സ് അല്ല, ആക്സും അതും വെയിറ്റ് ആണ്, നല്ല വെയിറ്റ് ഉള്ള ആക്സ് ആണ്, ഒറിജിനലാണ്, ഇരുമ്പോട്ട് ചെയ്തതാണ്, ഇരുമ്പൊക്കെ ചെയ്തതാണ്. ക്യാമറ ഇതല്ല, ബോട്ടിന്റെ 2 കിലോ അടുത്ത് മേലെ ഉണ്ടാവും. അത് നമ്മുടെ കയ്യിൽ നിൽക്കില്ലേ വെയിറ്റ്, വീശുമ്പോ അങ്ങനെ വീശി പോവാ, ക്യാമറ നിൽക്കുക. ഡയറക്ടറിനെ കേട്ട ക്യാമറമാനും ആൾ തന്നെയാണ്, ക്യാമറ ആൾ തന്നെയാണ് ചെയ്തിരുന്നത്. ക്യാമറയും സിദിൽ ചേട്ടൻ തന്നെ ചെയ്തത്. ഓക്കെ, സോ ഐ തിങ്ക് സ്റ്റോറി, ഡയറക്ഷൻ, ക്യാമറ എല്ലാം ഹാൻഡിൽ ചെയ്തത് സിദിൽ ചേട്ടൻ തന്നെയാണ്. പ്രൊഡ്യൂസർ ടു പ്രൊഡക്ഷൻ ബോയ്. അല്ല, എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റുവേഷനിൽ ആക്ച്വലി ഒരു 5 പേരുണ്ടായിരുന്നു ടോട്ടലി. അതായത് 5 പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കറിയ, ഞാൻ, അതുപോലെ തന്നെ ജിച്ചേട്ടൻ, അതുപോലെ തന്നെ വേറൊരു മറ്റേ യദു, അതുപോലെ തന്നെ പിന്നെയുള്ളത് സുഭാഷ് എന്ന് പറഞ്ഞിട്ട് വേറൊരാളുണ്ട്, അതുപോലെ ശ്യാം എന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും വന്നിട്ടില്ല ആക്ച്വലി. അപ്പോൾ ജെറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 5 പേരോളം 5-6 പേരുണ്ട്. ഇത്ര പേരുണ്ടായിരുന്നു. മെയിനായിട്ട് എല്ലാവർക്കും ചെയ്തിരുന്നു ആക്ച്വലി. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റെയിൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്. ആ റെയിൻ്റെ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്കൊരു വൈഡിൽ തന്നെ മഴ വരുന്നൊരു സിറ്റുവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് മൊബൈലായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ കോസ്റ്റ് ഭീകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എത്ര നാളും വെയിറ്റ് ചെയ്യാലോ. പിന്നെ നമ്മുടെ കൂടെയുള്ള എല്ലാവരും സഹകരിച്ചുകൊണ്ട് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനത്തെ ഷൂട്ടിംഗ് ആണെന്നുള്ളത്. ആക്ച്വലി രാവിലെ തൊട്ട് വൈകിട്ട് വരെ എപ്പോഴാണ് ഷൂട്ട് ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ നല്ല വെയിലുണ്ടെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ഇരിക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ കുറേ ടൈം എനിക്കാണ് ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മഴ വരുന്നത് നോക്കി നിന്നിട്ട് ആ സമയത്ത് മഴ പെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യണത് ആക്ച്വലി കേട്ടോ. അല്ലാണ്ട് 3-4 ദിവസം മഴ വരുന്നതിന് വെയിറ്റ് ചെയ്തല്ല, അങ്ങനെ വെയിറ്റ് ചെയ്തല്ല ആക്ച്വലി. അപ്പോൾ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് വന്ന സമയത്ത് ഞങ്ങൾ ഓടിപ്പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അത് കിട്ടിയിട്ടുണ്ട് സീനിൽ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ബിഗ് സ്ക്രീനിൽ വന്നാൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു അതിൻ്റെ റിയാലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ. പിന്നെ ഇപ്പോൾ ഗ്രാഫിക്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല അതാണെന്നുള്ളത്. പക്ഷേ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സീക്വൻസാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈറ്റ് നടക്കുന്നത് ഒരു പാടത്തിൻ്റെ ഭാഗത്ത് ഒരു ഷൂട്ട് നടന്നിട്ടുണ്ടായിരുന്നു, ചെളിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അത് പുള്ളിക്കാരൻ മാക്സിമം ചെളി എത്രത്തോളം ഉണ്ടോ അതിൻ്റെ അടിയിൽ പോയിട്ട് മുഖം എന്തോ നോക്കിയിട്ട് വരുന്ന അവസ്ഥയിലാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളി ചിന്തിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഷോട്ടിൽ അവൻ്റെ മുഖത്ത് ആ എക്സ്പ്രഷനും ചെളിയും കൂടി വരും എന്നുള്ള വിശ്വാസം ആൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് മാക്സിമം അതാണ് തീർച്ചയായിട്ടും റിസൾട്ടിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എടുക്കാനുള്ള കാരണം തന്നെ കഴിഞ്ഞ പ്രോജക്റ്റിൽ, അതായത് ഒരു പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക ഫിലിമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു പരാതിയില്ലാണ്ട് ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ നമ്മുടെ എന്തും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കുന്ന ഒരാൾ കുറേ പേരുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ കൂടെ ആ അവസരത്തിലുണ്ടായിരുന്നു അവൈലബിൾ ഉണ്ടായിരുന്നത് പുള്ളിക്കാരനാണ്. അപ്പോൾ അതിൻ്റെ വേറെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഇവിടുന്ന് ചാടിയാലോ എന്നൊക്കെ ചോദിക്കും. ആരായിരുന്നു ശരിക്കും സ്കറി ആയിരുന്നു ഏറ്റവും ഹാർഡ് ടു ഹാൻഡിൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്? അത് ഞാനിപ്പോൾ ഒരു ആക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്ടേഴ്സ് തന്നെ പ്ലാൻ ചെയ്ത്, ശരിക്കും ഇതിനൊരു ആക്ഷൻ കൊറിയോഗ്രാഫി ഒന്നും ഇല്ല. അതിപ്പോൾ ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് പറഞ്ഞു കൊടുക്കണമെന്നുള്ളൂ. ഇപ്പോൾ ചേട്ടൻ്റെ ഒരു സീക്വൻസിൽ അതിൽ കാണിക്കുന്നുണ്ട്, ഇത് വഴിക്ക് പോയിട്ട് വീണ, ഒന്നാമത് പ്രായം വെയിറ്റും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് റിസ്ക് ആണ് ആക്ച്വലി. പ്രായം പറയാം, ഞങ്ങൾ ചെറുപ്പം, ഞങ്ങൾ ചെറുപ്പമാണ്. ശരി, അത്ര പ്രായമൊന്നുമില്ല, ഞങ്ങൾ ചെറുപ്പമാണ്. അപ്പോൾ അത്ര റിസ്കിലാണ് അത് ചെയ്യണത്. പക്ഷേ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ഇല്ല എന്നൊന്നും പറയേണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു 10-35 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ വേറെ തലത്തിലുണ്ട്, ഇത് കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ വീഴ്ചയൊക്കെ. പിന്നെന്തോ ഭാഗ്യത്തിന് കറക്റ്റായിട്ട് വീണു, അതും പറയണല്ലോ. കുഴപ്പമില്ല, മുട്ടിന്റെ തൊലി അവിടുത്തെ 2-3 തൊലി വെത്ത്
ഇത് മുട്ടിന്റെ തൊലി പിന്നെ പൈപ്പിൽ പോയിട്ട് അടിച്ചു. എന്തായാലും സിദിൽ ഓക്കെ എന്ന് പറയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ വേറെ ഒന്നുമില്ല. അപ്പുറത്ത് പോയി ഇങ്ങനെ ചെയ്യാന്ന് മാത്രമേ റെസ്പോൺസ്. കമ്മിങ് ടു അവർ ബബ്ലി ശിശിര, ഷി വാസ് ദി ഓൺലി ഗേൾ ഓൺ ദ സെറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു ദീസ് ബോയ്സ്? എനിക്ക് ഇവരൊക്കെ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ സിദിലേട്ടൻ പറഞ്ഞ പോലെ ഒരുമിച്ച് ഒരു ഫാമിലി ആയിട്ട് ഭയങ്കര കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിന്നെ വെച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഓഫ് കോഴ്സ്. എനിക്ക് സ്റ്റോറി ചെയ്ത് കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഫാൻറ്റസി ഫിക്ഷൻ സാധനങ്ങളൊന്നും എനിക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ സ്കിപ്പ് അടിച്ച് കാണാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് മനസ്സിലായില്ല. ബട്ട് എനിക്ക് ഹോൾ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഔട്ട് കണ്ടപ്പോഴാണ് സിദിലേട്ടൻ ഇത്രയും എന്താ പറയുക ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്ര ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കുറേ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു കാര്യമാണ്. ഭയങ്കരമായിട്ട് ഗ്രൂപ്പ് വർക്ക് ചെയ്തൊരു കാര്യമാണ്. ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഇതിന് വേണ്ടിയിട്ട്. കാടും മലയും വെള്ളവും ഒക്കെ ചാടി, ഞാൻ മോയമ്പം കായലിലൊക്കെ എന്നെ ബോട്ടിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ മാക്സിമം അല്ല പൊക്കി പറയുന്നില്ല, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത കാര്യം. കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സ് വെച്ചിട്ട് ഞങ്ങൾ ഭയങ്കര ഒത്തിരി ടൈം എടുത്ത് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത്. ഇപ്പോൾ സ്കറിയനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു 6-7 വർഷമായി ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നു. ഞാനിപ്പോൾ നേരിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, പക്ഷെ ഞാൻ നേരിട്ട് എൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ചാടാൻ പറഞ്ഞാൽ ചാടും, എന്തും ചെയ്യാനായിട്ട് ഒരു മടിയില്ലാത്ത, എനിക്ക് ഇഞ്ചുറി ആയിക്കോട്ടെ വന്നോട്ടെ ഒരു കുഴപ്പമില്ല, പക്ഷെ ഒരു സീൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ 100%, 110% കൊടുത്തിട്ട് ഒരു സീന് അവൻ ഫുള്ളായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് സ്കറിയ. അതെ, പാടില്ലാതെ വല്ലാത്തൊരു ഡെഡിക്കേഷനാണ്. ഇപ്പൊ പറഞ്ഞില്ലേ മരത്തിന്റെ മുകളിൽ നിന്ന് ഞാൻ അവിടെ ചാടട്ടെ, ഇല്ല ഭയങ്കര ഡെഡിക്കേറ്റ് ആണ്. അത് കാരണം അവൻ മോളിൽ നിന്ന് ചാടുന്ന ഒഴിവാക്കി താഴത്തുനിന്ന് ചാടാം. അതുകൊണ്ട് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിദിലേട്ടനാണെങ്കിലും സിദിലേട്ടൻ A to Z കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും രാവിലെ ഇപ്പോൾ പ്രൊഡക്ഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് രാവിലെ ചേട്ടൻ്റെ വൈഫ് ജിജി ചേച്ചി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് 2 മണി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ്, ഞങ്ങൾക്ക് ലഞ്ച്, ഡിന്നർ, എല്ലാ കാര്യങ്ങളും സിദിലേട്ടൻ ഫുൾ പാക്ക് സെറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ എന്നെ പിക്ക് ചെയ്യുക, എന്നെ ഡ്രോപ്പ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ്. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സിദിലേട്ടനാണ് ചെയ്തത് A to Z. അത് ഒരാളെ കൊണ്ട് ഇത്രയും അതെ ഒരാളെ കൊണ്ട് ഇത്രയും അധികം ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ, ക്യാമറ, VFX, ഡയറക്ഷൻ, റൈറ്റർ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അല്ല സിദിലേട്ടൻ അത് ഒറ്റയ്ക്ക് ചെയ്യാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ സിദിലേട്ടൻ്റെ കൂടെ അത്രയ്ക്കും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ടീം സിദിലേട്ടൻ്റെ കൂടെ ഫോം ചെയ്തെടുത്തിട്ടുണ്ട്. സിദിലേട്ടൻ എന്ത് പറഞ്ഞാലും എന്ത് കാര്യങ്ങളും ഞാൻ കൺവേ ചെയ്താൽ അവർക്കത് മനസ്സിലായി. ഇപ്പോൾ സിദിലേട്ടൻ പറഞ്ഞു ഞാൻ ഈ സീനൊന്നും ഇങ്ങനെ എനിക്ക് ഇത്ര രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി, ഇപ്പോൾ കോറി ഒന്നും വേണ്ട, അവർ തന്നെ അത് എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ഡെവലപ്പ് ചെയ്ത് അവർ തന്നെ ഒരു സീൻ അടിപൊളിയാക്കി കയ്യിലങ്ങ് കൊടുക്കും എന്ന് അതിൽ ആള് ഡെവലപ്പ് ചെയ്തതിൽ ശിശിരയുടെ ഫേവറേറ്റ് സീൻ ഏതായിരുന്നു? ഞാൻ എൻ്റെ അടുത്ത് നീന്തൽ അറിയുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നീന്തലൊക്കെ അറിയാമെന്ന് പറഞ്ഞു. പക്ഷേ മുനമ്പം കായലിൽ അടിയൊഴുക്കുള്ള മുനമ്പം കായലിൽ കൊണ്ട് ചാടിക്കാനാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതെ, നല്ല അത് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ്. ഞാൻ ഇപ്പോഴും പറയും നീ ചെയ്തതിൽ വെച്ച് ഏറ്റവും എനിക്ക് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ വെച്ചാൽ അത്രയും പൊക്കത്തിലുള്ള ഒരു ബോട്ടിൻ്റെ മുകളിൽ നിന്ന് ഞാനും ഇവനും കൂടിയിട്ട് ഇവരിങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഞങ്ങൾ എടുത്ത് ചാടുന്ന ഒരു സീനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അടിയിൽ ഒഴുക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അത് ഫുള്ള് ചെളിയിട്ട് നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഇപ്പം പറഞ്ഞ പോലെ മരണത്തിനെ മുഖാമുഖം കണ്ടിട്ട് ഞാനത് ചാടി കഴിയുമ്പോൾ എനിക്ക് നീന്താൻ പറ്റുന്നില്ല. കാരണം ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ ചുഴറ്റി എടുക്കുന്നുണ്ട്. സോ എനിക്ക് ആക്ച്വലി ബേസിക് സ്വിമ്മിങ് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ ഞാൻ പെട്ടുപോയി. ഞാൻ ഭയങ്കര പാനിക്കായി. പിന്നെ ഇവനെന്തോ ആഴക്കടൽ നീന്തി കടന്ന നായകൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ വിശ്വാസം അവനോട് ഞാൻ എന്നെ രക്ഷിക്കണേ എന്നാണ് ഞാൻ അവിടെ വിളിച്ചു. അതെ, ശരിക്കും എൻ്റെ ഹീറോ ആണ്. അന്ന് അവനാ എന്നെ രക്ഷപ്പെട്ടു. പിന്നെ റോപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ വലിച്ചു കയറുമായിരുന്നു. എന്നെ അങ്ങനെ ഇതാക്കിയതാ. ഭയങ്കര പാനിക്കായ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സോ
അതെ അതെ, അതിൽ നിന്ന് മുകളിലേക്ക് ചാടിയതാണ് ഞങ്ങൾ. ഒരുമിച്ച് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് ഒരുമിച്ച് ചാടാൻ പറഞ്ഞു. ടപ്പേന്നൊരു ഇതാ, പക്ഷെ ചാടി കഴിഞ്ഞ് ഷോട്ട് കിട്ടി. ഞാൻ സിദ്ധിലേട്ടനോട് ഞാൻ ചാടുന്നതിന് മുമ്പ് സിദ്ധിലേട്ട ഒറ്റ ചാട്ടം, ഒരേ ഒരു ചാടുള്ളൂ. ഇനി ടെക്നിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞാലും ക്യാമറ ഓണല്ല എന്ന് പറഞ്ഞാലും ഇനി എനിക്ക് ചാടാൻ പറ്റില്ല. ഒറ്റ ഷോട്ടിൽ ശരിയാക്കണം. പക്ഷെ ഒറ്റ ഷോട്ടിൽ ശരിയായി. ഒറ്റ ഷോട്ടിൽ ചാടി, ഒറ്റ ഷോട്ടിൽ ആള് സെറ്റാക്കി തന്നു. അത് എനിക്ക് സിദ്ധിലേട്ടൻ തരുന്ന ഒരു ആത്മവിശ്വാസവും എനിക്ക് പുള്ളിയോടുള്ള ഒരു വിശ്വാസമാണ്. സിദ്ധിലേട്ടൻ അത് സെറ്റ് ആവുന്നുള്ളത്. വണ്ടിയിൽ കൊണ്ടുപോയി ഞാൻ അപ്പൊ അതിന്റെ കുറച്ച് എന്നെ പറയണേ. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ആക്ടിങ് കരിയറിൽ തന്നെ ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള, ഭയങ്കര എൻജോയ് ചെയ്ത്, എന്താ പറയുക, പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ഞാൻ അഭിനയിച്ച ഒരിതാണ് എനിക്ക് എൻ്റെ 100% കൊടുക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ എം വെരി ഹാപ്പി ടു വർക്ക് വിത്ത് ദം.